everyone, welcome back to Xylem Learning. Myself Arunima, your chemistry teacher. മിസ് വന്നിരിക്കുന്നത് കോൾ ആൻഡ് പെട്രോളിയം എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ രണ്ട് പേരും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് അല്ലേ. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലിന് പിന്നിലും അതേപോലെ തന്നെ ഈ കാണുന്ന ടെക്നോളജീസിലെ അഡ്വാൻസ്മെന്റിന് പിന്നിലും ഇവർക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. സോ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് പെട്രോളിയം എന്ന് പറയുന്നത്. സോ മിസ് ഇന്ന് വന്നിരിക്കുന്നത് പെട്രോളിയത്തിനെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോൾ ആയാലും പെട്രോളിയം ആയാലും ദേ ആർ കൺസിഡേർഡ് ടു ബി ഫോസിൽ ഫ്യൂൽസ്. ഈ ഫോസിൽ ഫ്യൂൽസിനുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന ആളുകളാണ് ഈ ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇവർ ഫോം ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. യു നോ ദാറ്റ് ദേ ആർ ദ ഡെഡ് റിമൈനിങ്സ് ഓഫ് പ്ലാന്റ്സ് ഓർ ആനിമൽസ് who lived long years back. അല്ലെ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച് മരിച്ച ജീവികളുടെ ഫോസിലുകൾ സൺലൈറ്റിന്റെ എക്സ്പോഷറിൽ കാലക്രമേണ അല്ലെ ഗ്രാജുവലി, അതും ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ സംഭവിക്കുന്നതല്ല, 10,000-കണക്കിന് വർഷങ്ങൾ മണ്ണിനടിയിലായിട്ടാണ് ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്ട്സുകൾ ഉണ്ടായി വരുന്നത്. കോൾ ആയാലും ഇതേപോലെ തന്നെ. സോ ഇവരൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ബി കെയർഫുൾ. കാരണം എന്താണ്, 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആളുകളല്ല ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുന്നത്. ദേ റിക്വയർഡ് ലോട്ട് എമൗണ്ട് ഓഫ് ടൈം, അല്ലെ, ഒരുപാട് ടൈം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വി ഷുഡ് ബി കെയർഫുൾ. സോ പെട്രോളിയത്തിനെ കുറിച്ചും പെട്രോളിനെ കുറിച്ചും ഡീസലിനെ കുറിച്ചും ഒക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമല്ലേ. സോ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തിങ്, എന്താണ് പെട്രോളിയം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇറ്റ്സ് ഓൾസോ കോൾഡ് ക്രൂഡ് ഓയിൽ. പെട്രോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ന്യൂസസിൽ പെട്രോളിയം എന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ എന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇന്റർനാഷണൽ മാർക്കറ്റ്സിലെ ക്രൂഡ് ഓയിലിന്റെ വില അപ്പ് ആവുന്നതും ഡൗൺ ആവുന്നതും ഒക്കെ നിങ്ങൾ ന്യൂസസിൽ കേട്ടിട്ടുണ്ടാകും. സോ വാട്ട് ഈസ് crude oil? It is same as petroleum. Is a fossil fuel like coal and natural gas. Petroleum was formed from the remaining of ancient marine organism. അപ്പൊ ഇത് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുക, എന്താണ് മറൈൻ ഓർഗാനിസം അല്ലെ, മറൈൻ ഓർഗാനിസം എന്നുള്ളതാണ്. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അല്ലെ നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറൈൻ ഓർഗാനിസംസിന്റെ വഴി ഉണ്ടാകുന്ന ഫോസിൽ ഫ്യൂവൽ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ഷുഡ് റൈറ്റ് ദാറ്റ് ഇറ്റ് ഈസ് പെട്രോളിയം. ഓർഗാനിസം സച്ച് ആസ് പ്ലാന്റ്സ്, ആൽഗേസ്, ബാക്ടീരിയ, ഇനി ഫിഷസിന്റെ ഒക്കെ ഫോസിൽസ് ഒക്കെ വഴി എന്താ ഉണ്ടാവുന്നത്, ഈ പെട്രോളിയം തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് പെട്രോളിയം റിഫൈനിങ് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ്. അപ്പൊ പെട്രോളിയം റിഫൈനിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങൾക്കുള്ള ഒരു സംശയം മിസ് ഒന്ന് പറയട്ടെ. ഈ പെട്രോളും പെട്രോളിയവും സെയിം ആണോ എന്നുള്ളത് കുറെ ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ് അല്ലെ. എങ്ങനെയാണ് പെട്രോൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പെട്രോളും സെയിം തന്നെയാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ പെട്രോളിയം റിഫൈനിങ് പഠിക്കുന്നതിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ പെട്രോളിയം റിഫൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ക്രൂഡ് ഓയിൽ ഇൻടു യൂസബിൾ പ്രൊഡക്ട്സ് ലൈക്ക് ഗ്യാസോലിൻ ആൻഡ് ഡീസൽ ഫ്യൂവൽ. ഈ ഗ്യാസോലിൻ എന്ന് പറയുന്നത് നമ്മുടെ പെട്രോളിനെയാണ് കേട്ടോ. അതായത് ഈ പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് വേണ്ട പ്രൊഡക്ട്സിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വേർതിരിച്ചെടുക്കുകയാണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പെട്രോളിയം റിഫൈനിങ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഇൻവോൾവ് ബ്രേക്കിംഗ് ഡൗൺ ക്രൂഡ് ഓയിൽ ഇൻടു ഇറ്റ്സ് കമ്പോണൻസ് ആൻഡ് ദെൻ കോൺഫിഗറിംഗ് ദം ഇൻടു ന്യൂ പ്രൊഡക്ട്സ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു സ്റ്റേജസ് കണ്ടോ. അപ്പൊ ക്രൂഡ് ഓയിൽ ഷിപ്പ് വരുന്നുണ്ട്, ഈ ഷിപ്പിൽ ക്രൂഡ് ടാങ്കിലേക്ക് പോകും. ശേഷം എന്താണ്, ഡിസ്റ്റിലേഷൻ ടാങ്കിലേക്ക് പോകും. ഇതാണ് കേട്ടോ ഡിസ്റ്റിലേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റിലേഷൻ ടാങ്കിലേക്ക് പോകുന്ന ക്രൂഡ് ഓയിൽ പിന്നീട് എന്തൊക്കെയായിട്ടാണ് മാറുന്നത്, ഇതാ നോക്കിക്കേ, ഡീസൽ ആയിട്ട് മാറുന്നുണ്ട്, കെറോസിൻ ആയിട്ട് മാറുന്നുണ്ട്, പെട്രോൾ നാഫ്തയായിട്ട് മാറുന്നുണ്ട്, LPG ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. ഈ LPG ഗ്യാസ് എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസ് അല്ലേ, ദാറ്റ് ഈസ് LPG. ഡീസൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ, അതേപോലെ തന്നെ പെട്രോൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെട്രോളിയം റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ക്രൂഡ് ഓയിലിനെ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ടുള്ള പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ് പെട്രോളിയം റിഫൈനിങ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പൊ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. Until then, bye bye.